ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയനും മോഹനനും കരുണാകരനെ കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവരുടെയൊക്കെ മുന്നിൽ വെച്ച് കരുണാകരനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് പ്രിയൻ. അത് കേൾക്കുന്ന കരുണാകരൻ തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ്. ഇവർക്ക് ഇത് എന്തു പറ്റി എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ കരുണാകരനെ വാ തോരാതെ പ്രിയനും മോഹനനും ചേർന്ന് പുകഴ്ത്തി സംസാരിക്കുകയാണ്. അത് കേൾക്കുന്ന കരുണാകരന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ കരുണാകരൻ പോയ സമയം നോക്കി സൗസു അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സൗസു കരുണാകരൻ്റെ ഫോൺ എടുക്കുകയാണ്. അവിടെയൊക്കെ കുറേ തിരഞ്ഞ ശേഷമാണ് സൗസുവിന് ആ ഫോൺ കിട്ടുന്നത്. ആ സമയത്ത് കരുണാകരൻ ഇരുന്ന ആ ക്യാബിനിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആരോ ഉള്ളതുപോലെ കരുണാകരന് തോന്നുകയാണ്. അപ്പോൾ പെട്ടെന്ന് മോഹനെ പ്രിയ കരുണാകരൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്, പെട്ടെന്ന് അയാളുടെ ശ്രദ്ധ മാറ്റ് എന്ന് പറയണം. അങ്ങനെ പെട്ടെന്ന് പ്രിയൻ കരുണാകരൻ സാർ ഇങ്ങോട്ട് നോക്ക്. കരുണാകരൻ സാറിൻ്റെ മതിപ്പ് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കരുണാകരൻ സാർ ഇല്ലായിരുന്നെങ്കിൽ ഈ കമ്പനി ഇന്ന് ഈ നിലയിൽ എത്തില്ലായിരുന്നു. കരുണാകരൻ സാർ വെറും 10 സ്റ്റാഫുകളെ കൊണ്ടാണ് ഈ കമ്പനി തുടങ്ങാൻ വേണ്ടി എല്ലാ കാര്യവും ചെയ്തത്. എന്നിട്ടിപ്പോൾ ഈ നിലയിൽ എത്തിച്ചില്ലേ, ഇതെല്ലാം കരുണാകരൻ സാറിൻ്റെ മിടുക്ക് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പ്രിയൻ ഒരുപാട് പുകഴ്ത്തുമ്പോൾ കരുണാകരൻ അതങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. അപ്പോഴത്തേക്കും സൗസോ കരുണാകരൻ്റെ ഫോൺ കയ്യിൽ കിട്ടിയതോടുകൂടി അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോരുകയാണ്. എന്നിട്ട് മോഹനന് അവിടെ മറഞ്ഞു നിന്നുകൊണ്ട് സൗസോ ഫോൺ കാണിച്ചു കൊടുക്കുകയാണ്, കിട്ടി എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ സൗസോ മാറി നിൽക്കുകയാണ്. അങ്ങനെ കരുണാകരൻ ഈ സമയം ഇവരുടെ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് എന്ത് പറ്റി, ഇവർ നല്ലവരാവാൻ തീരുമാനിച്ചോ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും പാർവതി മുക്തയ്ക്കുള്ള ചായയുമായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ മുക്തയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ നിന്നോട് ചായ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല, പക്ഷേ എനിക്ക് മേഡത്തിനോട് ഒരു കാര്യം പറയാനുണ്ട്. മേഡോ, നീ എന്നെ മേഡം എന്നൊന്നും വിളിക്കാറില്ലല്ലോ. അങ്ങനെയല്ല, ഇപ്പോഴാണ് എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായത്. മുക്ത മേഡത്തിന് ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന മുക്ത മേഡത്തിനോട് ഞാൻ വെറുതെ വഴക്കുണ്ടാക്കി. എൻ്റെ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ തെറ്റിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മുക്തയുടെ മുന്നിൽ പാർവതി അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൾ എന്തെങ്കിലും കുരുക്കാനുള്ള പരിപാടിയാണോ, അതോ ഇവൾ ആത്മാർത്ഥതയോടുകൂടി എന്നോട് മാപ്പ് പറയുകയാണോ? ഇവളോട് ഞാൻ ചെയ്തതെല്ലാം തന്നെ ഇവൾക്കിപ്പോൾ മടുത്തോ? എന്താണാവോ ഇവളുടെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, അല്ല എന്താ മുക്ത മേഡം ഇങ്ങനെ ചിന്തിക്കുന്നത്? അല്ല, നീ എന്നോട് ശരിക്കും മാപ്പ് പറയുകയാണോ, അതോ നീ എന്തെങ്കിലും എന്നെ ചതിക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ മുക്ത മേഡം അങ്ങനെ പറയുന്നത്? ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം ഞാനും മുക്ത മേഡവും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതിനെല്ലാം എനിക്കിപ്പോൾ നല്ല ഖേദമുണ്ട്. മുക്ത മേഡം ഇത്രയും വലിയൊരു പോസ്റ്റിലിരുന്നു കൊണ്ട് മുക്ത മേഡത്തിനോട് ഞാൻ അങ്ങനെയൊന്നും പറയാനൊന്നും പാടില്ലായിരുന്നു. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഇനി മുതൽ എൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ മുക്ത നല്ല ബുദ്ധിമതി ആയതുകൊണ്ട് തന്നെ പാർവതിയെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കുന്നില്ല. എന്നിട്ട് പാർവതിയോട് എൻ്റെ റൂമിൽ നിന്നും പോയിക്കോ, ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഏതായാലും ഞാൻ ചായ കൊണ്ടുവന്നതല്ലേ, ഇത് കുടിച്ചേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ മുക്ത ചായ വാങ്ങി അത് കുടിക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ട്രേ വെച്ച് തന്നെ പാർവതി മുക്തയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ അത് പതിയെ അങ്ങ് എടുക്കുകയാണ്. മുക്ത അറിയാതെ ട്രേ വെച്ച് തന്നെ ട്രേയുടെ അടിഭാഗത്താക്കി വെച്ച് മുക്തയുടെ ഫോൺ എടുത്തുകൊണ്ട് പാർവതി അവിടെ നിന്ന് പോവട്ടോ. അങ്ങനെ ഡോറിൻ്റെ അവിടെ എത്തിയ സമയത്ത് മുക്ത ഒന്നവിടെ നിന്നേ എന്ന് പറയണ്. അപ്പോൾ പെട്ടെന്ന് പാർവതി അയ്യോ, ഞാൻ ഫോൺ എടുത്തതെങ്ങാനും കണ്ടോ എന്നുള്ള ഭാവത്തിൽ ഞെട്ടലോട് കൂടി നിൽക്കാണ്ടോ. പാർവതി മുക്തയുടെ അടുത്തേക്ക് വന്ന ഉടനെ തന്നെ ചായയുമായിട്ട് വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം മേഡം എന്ന് പറയുമ്പോൾ എന്താ പാർവതി നീ ഇന്നൊരു മര്യാദയോട് കൂടി സംസാരിക്കുന്നത്, എന്താ കാരണം? അല്ല, എനിക്കന്ന് ഗോഡൗണിലുണ്ടായ പ്രശ്നത്തോടു കൂടി മുക്ത മേഡം ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താ നീ ഉദ്ദേശിച്ചത്? അല്ല, എന്നെയും പ്രിയനെയും ഗോഡൗണിൽ പൂട്ടിയിട്ടില്ലേ, അതിൻ്റെ ശേഷം നിങ്ങളൊക്കെ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നീ എന്താ പാർവതി അങ്ങനെ പറഞ്ഞത്? ഇതിലെന്തിനാ നീ എന്നെ വലിച്ചഴക്കുന്നത്? നീയും പ്രിയനും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തിട്ടല്ലേ ആ ഗോഡൗൺ ഇറങ്ങിയത്. എന്നിട്ടിപ്പോൾ എൻ്റെ പേരെന്തിനാ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? ഇനി മേലിൽ ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കരുത്, ഇവിടെ ആരോടും സംസാരിച്ചു പോവരുത് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് മുക്ത ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്കും പാർവതി വിനയത്തോടു കൂടി സംസാരിച്ച് മുക്തയെ അങ്ങ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഫോണുമായിട്ട് പാർവതി പോകുന്ന സമയത്ത് പെട്ടെന്ന് മുക്ത അവിടെ നിന്നേ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണാവോ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഫോണുള്ളത് പിടിച്ചോണാവോ എന്നുള്ള ഭാവത്തിൽ പാർവതി എന്താ മേഡം എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ എന്നോട് വന്ന ഉടനെ പറഞ്ഞില്ലേ ഞാനൊക്കെ ചേർന്നിട്ടാണ് നിന്നെയും പ്രിയനെയും ഗോഡൗണിൽ പൂട്ടിയിട്ടത് എന്ന്. അത് ഇനി ഈ കമ്പനിയിലെ മറ്റാരോടും നീ പറയരുത്. അങ്ങനെ വല്ലതും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മുക്ത ആരാണെന്നുള്ളത് നീ അറിയും എന്ന് പറഞ്ഞപ്പോൾ പാർവതി വിനയത്തോടു കൂടി പറഞ്ഞു, ഇല്ല മേഡം, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പാർവതിക്ക് മുക്തയുടെ ഫോൺ എടുത്തത് മുക്ത അറിഞ്ഞിട്ടില്ല എന്നുള്ള സന്തോഷത്തിലാണ് പോകുന്നത്. അങ്ങനെ കരുണാകരനെയും മുക്ത
മുക്തയെയും ഒരുപോലെ വിനയം അഭിനയിച്ച് അവരെ രണ്ടുപേരെയും വലിയ ആളുകളാണെന്ന് വരുത്തി തീർത്ത ശേഷം അങ്ങനെയുള്ള പുകഴ്ത്തി സംസാരിച്ച ശേഷമാണ് പ്രിയനും പാർവതിയും രണ്ടുപേർക്കുമുള്ള ചതിയൊരുക്കുന്നത്. അങ്ങനെ കരുണാകരനോട് മോഹനൻ പറയണേ, ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. ഇനി കരുണാകരൻ സാർ ഞങ്ങളെ അടിച്ചാൽ പോലും ഞങ്ങളത് നിന്നുകൊള്ളുകയുള്ളൂ. വിശ്വാസമില്ലെങ്കിൽ എന്നെ ഒന്ന് അടിച്ചു നോക്ക് എന്ന് പറഞ്ഞ ഉടനെ മോഹനൻ്റെ കരണം നോക്കി കരുണാകരൻ ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. അതോടുകൂടി പ്രിയനും മോഹനും അങ്ങ് ഞെട്ടിപ്പോവാണ്. അടിക്കില്ല എന്ന് കരുതിയിട്ട് കിട്ടിയ അവസരത്തിൽ കരുണാകരൻ അടിച്ചല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ. മോഹനൻ ചിരിച്ചുകൊണ്ട് പറയണേ, ഇപ്പോൾ സാറിന് വിശ്വാസമായില്ലേ ഞങ്ങളേനെ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയോ? എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. ഈ ഒരു തിരിച്ചറിവ് ഇനി അങ്ങോട്ട് കമ്പനി ഉള്ളിടത്തോളം കാലം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് കരുണാകരൻ പോകുന്നത്. അങ്ങനെ എല്ലാവരുടെയും ജോലി കഴിഞ്ഞ് എല്ലാവരും 5:30 മണിയാവുന്ന സമയത്ത് എല്ലാവരും വീട്ടിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ കരുണാകരനും മുക്തയൊക്കെ പോവാൻ ഒരുങ്ങാട്ടോ. അപ്പോൾ കരുണാകരൻ്റെ ടേബിളിൽ ഫോൺ വെച്ചത് ഇങ്ങനെ തിരയുകയാണ്. ഞാൻ ഇവിടെയാണല്ലോ എൻ്റെ ഫോൺ വെച്ചത്, ഇപ്പോൾ എൻ്റെ ഫോൺ എവിടെ പോയി എന്നിങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാനാണെങ്കിലോ ഇന്ന് എൻ്റെ ഭാര്യയും കൂട്ടി ഒരു സിനിമയ്ക്ക് പോകാൻ ബുക്ക് ചെയ്തതാണ്. അതിൻ്റെ ടിക്കറ്റ് പോലും ആ ഫോണിലാണ്. ഇനിയിപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ വീട്ടിലേക്ക് ചെന്നാൽ അവളുടെ വായിലിരിക്കുന്നത് മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരും. എവിടെ പോയി എൻ്റെ ഫോണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കരുണാകരൻ ഫോൺ തിരയുന്നത്. അപ്പോൾ അത് മോഹനൻ കാണുകയാണ്. അപ്പോൾ പ്രിയനോട് പറയണ, അയ്യോ കരുണാകരൻ ആ ഫോണാണ് തിരയുന്നത്. അങ്ങനെ അയാൾക്ക് എങ്ങാനും സംശയം കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാനുകളൊക്കെ ആ കുളമായി പോകും. എന്ത് ചെയ്യും? അയാൾ അതിൽ നിന്നും ശ്രദ്ധ മാറ്റണമല്ലോ. എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ പറയണ, എങ്കിൽ നീ തന്നെ ചെല്ല് എന്ന് പറയണേ. അങ്ങനെ മോഹനൻ വീണ്ടും കരുണാകരൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ കരുണാകരൻ്റെ കാലിലേക്ക് മോഹൻ അങ്ങ് വീഴുകയാണ്. അപ്പോൾ എന്നെ അനുഗ്രഹിക്കണം സാർ എന്ന് പറയുമ്പോൾ, നീ എന്തിനാ ഇപ്പം എൻ്റെ കാലിൽ വീഴുന്നത്? സാറിനെ ഇതുവരെയും തെറ്റിദ്ധരിച്ചതിനെല്ലാം തന്നെ ഞങ്ങളോട് ക്ഷമിക്കണം. സാറിൻ്റെ അനുഗ്രഹം വേണം എന്ന് പറയുമ്പോൾ, എൻ്റെ അനുഗ്രഹമൊക്കെ നിനക്കുണ്ട്. നീ എന്തായാലും എണീക്ക്, കാലിൽ നിന്ന് എണീക്ക് എന്ന് പറഞ്ഞ് മോഹനനെ എണീപ്പിക്കുകയാണ്. ഇനി മുതൽ ഞങ്ങൾ കരുണാകരൻ സാറിനെ തെറ്റിദ്ധരിക്കില്ല, സാർ പറയുന്നതൊക്കെ അനുസരിക്കുമെന്ന് പറയുമ്പോൾ, എന്നാലും നിങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് മാറ്റം വരുമോ? എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ പറയല്ലേ സാർ, വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ കരുണാകരൻ ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ്. ഇനി സാറിന് വിശ്വാസം ആവുന്നില്ലെങ്കിൽ എന്നെ ഇനിയും ഒരു അടിയടിച്ചോ എന്ന് പറഞ്ഞ് കവള് കാണിച്ചു കൊടുക്കുമ്പോൾ കരുണാകരൻ കൈ ഓങ്ങുകയാണ്. അപ്പോൾ മോഹനനും പ്രിയനും ഒക്കെ കരുണാകരൻ അടിച്ചു എന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കരുണാകരൻ കൈ പിന്നിലേക്ക് വലിച്ചു പറയണ, ഇല്ല എന്നെ എനിക്കിപ്പോൾ നല്ല വിശ്വാസമാണ് എന്ന് പറയട്ടെ. അപ്പോഴത്തേക്ക് പാർവതി അവിടേക്ക് വരികയാണ്. സാർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട്, എന്ത് വേണം നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് സാറിനെ വേണം. എന്ത്, എന്നെയോ എന്ന് പറഞ്ഞ് കരുണാകരൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോട്ടെ. അപ്പോൾ പാർവതി, അയ്യോ അല്ല, മുക്ത മേഡത്തിന് വേണം. മുക്ത മേഡത്തിന് എന്നെ വേണം. അയ്യോ ക്ഷമിക്കണം സാർ, മുക്ത മേഡത്തിന് സാറിനെ കാണണം എന്നാണ് പറഞ്ഞത്. മേഡം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ നേരത്ത് എന്തിനാണാവോ എന്നെ കാണുന്ന അറിയില്ല. സാറിനോട് അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു മോഹനനും പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും ജയന്തിയും സൗസും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കരുണാകരൻ ഇനിയിപ്പോൾ എന്തിനാണാവോ ഈ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്നെ കാണണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇന്ന് നേരം വൈകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും എനിക്ക് കണക്കിന് കിട്ടുകയും കേൾക്കുകയും ചെയ്യും. എൻ്റെ ഫോണാണെങ്കിൽ കാണുന്നതുമില്ല. ഇനിയിപ്പോൾ എന്തിനാണാവോ ഈ മുക്ത അവിടേക്ക് വിളിക്കുന്നത്? എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ രാവിലെ സംസാരിച്ചാൽ പോരായിരുന്നു, ഇതിപ്പോൾ ഈ പോകുന്ന നേരത്തെ എന്തിനാണാവോ എന്നൊക്കെ പറഞ്ഞ് സ്വയം ഓരോന്ന് പറഞ്ഞ് എണ്ണിപ്പെറുക്കിക്കൊണ്ടാണ് മുക്തയുടെ അടുത്തേക്ക് കരുണാകരൻ പോകുന്നത്. അങ്ങനെ പ്രിയൻ്റെ അടുത്തേക്ക് പാർവതിയും മോഹനും സൗസുമൊക്കെ ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി, പ്ലാനൊക്കെ സക്സസ് ആയോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി മുക്തയുടെ ഫോൺ കാണിച്ചു കൊടുക്കും. ഞാൻ ഏറ്റെടുത്ത കാര്യം സക്സസ് ആയിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ സൗസോ, ഞാൻ ഏറ്റെടുത്തതും സക്സസ് ആയി എന്ന് പറഞ്ഞ് കരുണാകരൻ്റെ ഫോണും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി നേരെ രജിസ്റ്ററിൽ ഒപ്പിടാൻ വേണ്ടി സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ മോഹനനെ കരുണാകരനും മുക്തയുടെയും അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ മോഹനെ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് കരുണാകരൻ മുക്തയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുക്ത കരുണാകരനെ കണ്ട ഉടനെ തന്നെ ചോദിക്കുകയാണ്, അല്ല കരുണാകരൻ സാർ, നിങ്ങൾ ഇതുവരെയും പോയില്ലേ? ഇല്ല, നീ എന്താ എന്നെ വിളിച്ചത്? മുക്ത മേഡം എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ എന്തിനാ കരുണാകരനെ സാറിനെ വിളിച്ചത്? ഞാനിപ്പോൾ ഹോസ്റ്റലിലേക്ക് പോവാൻ ഒരുങ്ങായിരുന്നല്ലോ. അല്ല, എന്നോട് ആ പാർവതി വന്നു പറഞ്ഞു ആ മേഡം വിളിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ മുക്ത കാര്യം പറയണേ, എൻ്റെ അടുത്തേക്ക് അവളാണല്ലോ വന്നത് ചായയുമായിട്ട്. എന്നിട്ട് എന്നോട് സോറി പറയുന്നത് പോലെയൊക്കെ സംസാരിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ കരുണാകരനെ വിളിച്ചെന്നോ? ഇതിലെന്തോ ചതിയുണ്ടല്ലോ. അപ്പോൾ അതെന്താ അങ്ങനെ പറയുന്നത്? അല്ല, അവളിപ്പോൾ പോയോ? ഇല്ല, അവൾ പോയിട്ടില്ല, അവൾ താഴെയുണ്ട്. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അവളോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരങ്ങ് പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോഴത്തേക്കും മോഹന ഇതൊക്കെ
കണ്ടുകൊണ്ട് നിൽക്കില്ലേ. അപ്പോൾ മോഹന് അയ്യോ എല്ലാ മേഡവും ആ കരുണാകരനോട് മുക്ത മേഡം പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് രണ്ടുപേരും കൂടി അതിലേക്ക് കയറി എന്ന് കണ്ട ഉടനെ തന്നെ മോഹനെ പുറത്ത് നിന്നും അങ്ങ് ലോക്കാക്കുകയാണ്. എന്നിട്ട് പ്രിയനെ വിളിച്ച് പറയാണ്, നമ്മളുടെ പ്ലാൻ ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം സെക്യൂരിറ്റിയോട് പറയണേ, എന്നാൽ പിന്നെ നിങ്ങളുടെ പണി തുടങ്ങിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പ്രിയൻ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ കരുണാകരനും മുക്തയും താഴേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അതങ്ങ് ഓഫാവുന്ന സമയത്ത് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മളെങ്ങനെ പുറത്തേക്ക് കടക്കും, ഇതിപ്പോൾ ഓഫായല്ലോ എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, ഞാൻ ആ PKR സാറിനോട് പറഞ്ഞതാണ് ഇത് കംപ്ലൈൻ്റ് ഉള്ളതൊന്ന് നേരാക്കാൻ, അത് ഇതുവരെയും ചെയ്തിട്ടില്ല, പിന്നെ ഞാനും അതങ്ങ് വിട്ടു, എന്തായാലും ഇപ്പോൾ എങ്ങനെ പുറത്ത് കടക്കും. അപ്പോൾ മുക്ത പറയണ, അല്ല നിങ്ങൾ ആ സെക്യൂരിറ്റിയുടെ ഫോണിലേക്ക് വിളിക്ക്, അയാളോട് വന്ന് തുറന്നു തരാൻ പറ. അങ്ങനെ കരുണാകരൻ ഫോൺ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അയ്യോ എൻ്റെ ഫോണില്ല, എൻ്റെ ഫോൺ ഞാൻ ടേബിളിൽ വെച്ചതാണ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് കരുണാകരൻ സാർ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് വലിയ ബുദ്ധിയാണ്, എല്ലാം അറിയും എന്നൊരു ഭാവമാണ്, എങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ല. ആ പാർവതി ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിച്ചില്ല, അതിന് പാർവതി എന്തിനാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അവളെ കണ്ട് ചോദിക്കാനല്ലേ നമ്മളിപ്പോൾ ഇറങ്ങിയത്, പക്ഷേ ഇതിപ്പോൾ ലോക്കായത് പോയത് കൊണ്ടല്ലേ, എന്തായാലും ഞാൻ പറഞ്ഞതിലും എന്ത് തെറ്റാനുള്ളത്, നിങ്ങൾക്ക് ഒരു വിവരവുമില്ല, നിങ്ങൾ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രമാണ് നിങ്ങൾക്ക് കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നാൽ എനിക്ക് എന്തായാലും ദേഷ്യപ്പെടാനൊന്നും കഴിയില്ല, എൻ്റെ ഭാര്യ അതിന് സമ്മതിക്കില്ല, അവൾ എന്നെ ഒതുക്കുകയാണ് ചെയ്യാറ്, പിന്നെ ആദേശമൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് തീർക്കാറുള്ളത്, എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ഇന്ന് ചെന്നാലേ എനിക്ക് വയറ് നിറച്ച് ഇന്ന് കേൾക്കും, 2 ദിവസം ഒരുപക്ഷെ എന്നെ പട്ടിണിക്ക് പോലും അവളിടും, ഇന്ന് ഞാൻ അവളെയും കൂട്ടി ഞാനൊരു സിനിമയ്ക്ക് പോവാമെന്ന് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് കണക്കിന് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ പ്രിയമുക്ത പറയണേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഒരു ഭാര്യ പുരാണം പറച്ചിൽ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊന്നും നിങ്ങൾക്കറിയില്ല, ബുദ്ധിപരമായിട്ട് വേണം ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, എന്തായാലും നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ടേബിളിലാണെന്നല്ലേ പറഞ്ഞത്, എന്തായാലും ഞാൻ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മുക്തയുടെ ബാഗ് തുറന്ന് ഫോൺ നോക്കുന്ന സമയത്ത് മുക്തയുടെ ഫോണും കാണുന്നില്ല. അപ്പോൾ എന്ത് പറ്റി മേഡം, നിങ്ങളുടെ ഫോൺ എവിടെ പോയി, എൻ്റെ ഫോണും ആ ടേബിളിലാണെന്ന് തോന്നുന്നു, അപ്പോൾ ഇപ്പോൾ എന്തുണ്ടായി, എന്നെ ഇത്രയും നേരം പറഞ്ഞതല്ലേ, ഇപ്പോൾ മേഡത്തിന് ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി അതിൽ കതകിൽ ആഞ്ഞടിക്കുകയാണ്, ഇതൊന്ന് തുറക്ക് ഞങ്ങളിതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ കരുണാകരൻ പറയാണ്, ഇതിപ്പോൾ എത്ര കൊട്ടിയിട്ടും കാര്യമില്ല മുക്ത മേഡം, നമ്മളിപ്പോൾ ഇതിൽ കുടുങ്ങിപ്പോയി, ഇപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോത്തിന് പ്രിയം വിളിച്ച് പറയാണ്, അവരെന്താ അവരുടെ ബഹളം വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ ഇല്ല, ഒരു അനക്കവും കേൾക്കുന്നില്ല, എങ്കിൽ അടുത്ത പണി തുടങ്ങിക്കോട്ടെ, അവർ കുറച്ച് പേടിച്ചോട്ടെ എന്ന് പറയണേ. അങ്ങനെ സെക്യൂരിറ്റി ചെന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ, അതോടുകൂടി അതിനുള്ളിലെ കറണ്ടും അങ്ങ് പോവാണ്. അതോടുകൂടി മുക്തയും കരുണാകരൻ അങ്ങ് ഞെട്ടിപ്പോവാണ്, അയ്യോ കറണ്ടും പോയോ, ഇൻവേർട്ടറും വർക്കാവില്ല, ഇവിടുത്തെ അതും കേടാണ്, ഈ കമ്പനിയിൽ അതും കേടാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഇവിടേക്ക് ജോലിക്ക് വരുന്നത്, ഒരു ശ്രദ്ധയുമില്ല എന്ന് പറഞ്ഞ് മുക്ത വീണ്ടും കരുണാകരനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് കരുണാകരനോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ കയ്യിൽ വല്ല ടോർച്ച് പോലത്തെ എന്തെങ്കിലും ഒന്നും ഉണ്ടോ, ഒന്ന് കത്തിക്കാൻ വല്ല തീപ്പെട്ടിയോ സിഗർലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ആ എൻ്റെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ട് എന്ന് പറഞ്ഞ് കരുണാകരൻ പോക്കറ്റിൽ നിന്നും ആ ലൈറ്റർ എടുത്ത് ഓണാക്കാൻ കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് ഓണാക്കി ഉടനെ തന്നെ മുക്തയെ ആ വെളിച്ചത്തിൽ നല്ല ഭംഗിയായിട്ട് കരുണാകരന് തോന്നുകയാണ്. അപ്പോൾ ആ ലൈറ്റ് കത്തിച്ച ആ ഒരു വെളിച്ചത്തിൻ്റെ ഭംഗി വെച്ചിട്ട് കരുണാകരൻ അങ്ങ് പാട്ട് പാടുകയാണ് കേട്ടോ. അതോടുകൂടി മുക്ത അങ്ങ് ഞെട്ടിപ്പോവാണ്. കരുണാകരൻ്റെ പെട്ടെന്നുള്ള പാട്ട് കേട്ടപ്പോൾ മുക്ത അങ്ങ് അന്തം വിട്ടു പോവാണ്. എന്നിട്ട് കരുണാകരൻ സാർ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഒരു പാട്ട് അയ്യോ ഞാൻ ഇനി പാടില്ല, എങ്കിൽ നിങ്ങൾ ആ വെളിച്ചവും വേണ്ട ഒന്നും വേണ്ട, നിങ്ങളുടെ ലൈറ്റ് ഓഫ് ആക്കിയേക്ക് എന്ന് പറയണേ. അങ്ങനെ കരുണാകരൻ സിഗർ ലൈറ്റ് ഓഫ് ആക്കുകയാണ്. അപ്പോൾ മുക്ത പറയണേ, കണ്ടില്ലേ ആ പാർവതി നമുക്കിട്ട് തന്ന പണിയാണ്, ഇതിനാണ് അവൾ നമ്മുടെ അടുത്തേക്ക് വിനയം അഭിനയിച്ചു വന്നത്, പ്രിയനും പാർവതിയൊക്കെ ചേർന്നിട്ട് തന്നെയാണ് നമ്മളെ ഇതിലിപ്പോൾ കുടുക്കിയിട്ടുള്ളത്, അവളെയും പ്രിയനെയും നമ്മൾ ഗോഡൗണിലോട്ട് പൂട്ടിയില്ലേ, അതിനവൾ പ്രതികാരം ചെയ്തതാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴാണ് കരുണാകരൻ അക്കാര്യം മനസ്സിലാകുന്നത്. നമുക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, നാളെ രാവിലെ ഇവിടേക്ക് ആരെങ്കിലും വന്നാൽ മാത്രമാണ് നമുക്കിത് തുറന്നു തരൂ, ഇനിയിപ്പോൾ അതുവരെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കഴിയും. അപ്പോൾ കരുണാകരൻ പറയാണ്, അതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്, അവരെ രണ്ടുപേരെയും നമ്മൾ ഗോഡൗണിലിട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വിശാലമായ സ്ഥലമാണ്, പക്ഷേ ഈ ചെറിയ റൂമിൽ എങ്ങനെ, ഈ ചെറിയ സ്റ്റോർ റൂമിൽ എങ്ങനെയാണ് നിന്ന്
അറിയാൻ പോലും സമയമില്ല. ഞാനത് PKR സാറിനോട് പറഞ്ഞതാണ് കുറച്ച് വലിപ്പം കൂട്ടാൻ. പക്ഷേ PKR സാറ് അതും കേട്ടില്ല. അതുകൂടി കേട്ടപ്പോൾ കരുണാകരൻ്റെ ആ വളിച്ച കോമഡി കൂടി കേട്ടപ്പോൾ മുക്തയ്ക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. സന്ദർഭം അനുസരിച്ച് സംസാരിക്കാതെ നിങ്ങളുടെ ഒരു തമാശ, നിങ്ങൾക്കിപ്പോൾ അതാണോ വലിയ കാര്യം? ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നല്ല പറയുന്നത്. അതിന് മുക്ത മേഡം എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഇതിലൊരു കാറ്റ് പോലുമില്ല. ചൂടെടുത്തിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ. ഇനിയിപ്പോൾ നാളെ രാവിലെ വരെ നമ്മൾ ഇതിൽ ഇരിക്കേണ്ടി വരും. അല്ലാതെ ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്ന് പറയണേ. ഈ സമയം മുക്തയെ കാണാത്തത് കൊണ്ട് ഋതികയും അവന്തികയും ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്താണാവോ മുക്ത ഫോൺ എടുക്കുന്നില്ല. അവൾ 6 മണിയാകുമ്പോഴത്തേക്കും വരുന്നതാണ്. ഇത്രയും നേരമായിട്ടും അവളെ കാണാനില്ല. അവളുടെ ഫോണാണെങ്കിൽ അടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. ഇതിപ്പോൾ അവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഋതികയും അവന്തികയും പരസ്പരം പറയുകയാണ്. ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.